സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇന്നും OP ബഹിഷ്കരണം തുടരുകയാണ്. KGM-CTAയുടെ ഭാഗമായിട്ടുള്ള സംഘടനയാണ് ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ സീനിയർ ഡോക്ടർമാരുടെ സേവനം ബഹിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ന് ജൂനിയർ ഡോക്ടർമാരായിരിക്കും OP നോക്കുക. അവരുടെ സേവനം മാത്രമായിരിക്കും ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും ലഭ്യമാകുന്നത്. ഇന്ന് എല്ലാ OPകളിലും വലിയ തിരക്കാണ്. എന്നാലും ജൂനിയർ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ സീനിയർ ഡോക്ടർമാർ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചാഴ്ചയാണ് അവർ ഈ OP ബഹിഷ്കരണം തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകളിലും ഈ ഇത്തരത്തിലുള്ള OP ബഹിഷ്കരണം തുടർന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നും ഈ OP ബഹിഷ്കരണം തുടരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇവർ ആരോഗ്യ വകുപ്പുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നും ഇതുകൂടാതെ ധനകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാത്തതിനെ തുടർന്നുമാണ് ഇന്നും ഈ OP ബഹിഷ്കരണം ഇത്തരത്തിലുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ KGM-CTA തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് OP ബഹിഷ്കരണം തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ആൾക്കാർ ഇന്നും കാണാൻ വന്നിട്ടുണ്ട്. ഇന്ന് ഈ OP ബഹിഷ്കരണം ഉള്ളത് സീനിയർ ഡോക്ടർമാരില്ലാത്ത കാര്യം അറിയോ? പെരുമണ്ണയാണ്, ഞാൻ ന്യൂസ് കണ്ടില്ലായിരുന്നു. അറിയൂല. നിരവധി ആൾക്കാരാണ് ഇത്തരത്തിൽ സീനിയർ ഡോക്ടർമാരെ കാണാൻ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എന്നാൽ ജൂനിയർ ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും KGM-CTA ഇത്തരത്തിലുള്ള ഈ ബഹിഷ്കരണം തുടരുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്തെന്നാൽ തസ്തിക നിർണയം, അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കുടിശ്ശിക, അവർക്ക് 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതൊക്കെയാണ് KGM-CTA മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. ഇത് ലഭിക്കുന്നത് വരെയും ഇത്തരത്തിലുള്ള OP ബഹിഷ്കരണം. ഇതുകൂടാതെ തന്നെ അടിയന്തരമായി നടക്കാൻ സാധിക്കാതെയുള്ള ശസ്ത്രക്രിയ കൂടി അവർ ബഹിഷ്കരിക്കും. ഇതുകൂടാതെ ഇന്നത്തെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനവും അവർ മുടക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് KGM-CTAയുടെ തീരുമാനം.